ഹായ്, എൻ്റെ പേര് നീതു. എൻ്റെ ഗാർഡൻ്റെ പേര് വരുന്നത് നീതൂസ് ഗാർഡൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഓൾ സീസൺ ആണ്, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഓർക്കിഡ്സ് തുടങ്ങുന്നവർക്കായിട്ട്, അതായത് ഓർക്കിഡ് ബിഗിനേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ് ഡെൻഡ്രോബിയം ഓർക്കിഡ് എന്ന് പറയുന്നത്. വളരെയധികം കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം. ഇത് വന്നിട്ട് ഡെൻഡ്രോബിയത്തിലെ ഡ്രാഗൺ വെറൈറ്റിയിൽ വരുന്ന ഒരെനം ഓർക്കിഡാണ്. ഇതിൻ്റെ പേര് പറയുന്നത് കിങ് ഡ്രാഗൺ എന്നാണ്. മറ്റു ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൽ നിന്നും വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുക. നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന പാറ്റേൺ ആയിരിക്കും ഇതിൻ്റെ പെറ്റൽസിനൊക്കെ. ഇതുപോലെ ഒരുപാട് കളർ ഷെയ്ഡിൽ വരുന്ന ഡ്രാഗൺ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് പോട്ട് ചെയ്യുന്നത് കൊക്കോ ചിപ്സിലും ചാർക്കോളിലും കരിക്കട്ടയിലും ആയിരിക്കണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വന്നിട്ട് 3 ലിപ്പ് വെറൈറ്റി ആണ്. ഇതിൽ പൂക്കൾ കണ്ടോ, 3 ലിപ്പിലായിട്ടാണ്, അതായത് 3 ലിപ്പ് ഒരു കളറായിരിക്കും. പർപ്പിൾ കളറാണ് ഇതിൽ വരുന്നത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ എല്ലാ പോട്ടി മിക്സും ആ ഒരു രീതിയിലാണ് വരുന്നത്. 3 ലിപ്പിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട്. റെഡും യെല്ലോയും ചേർന്ന് വരുന്നതും ലൈറ്റ് പിങ്കും യെല്ലോ ഷെയ്ഡും വരുന്നത്, അങ്ങനെ പല കളേഴ്സ് ഷെയ്ഡിൽ നമുക്ക് 3 ലിപ്പ് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റൊരു 3 ലിപ്പ് വെറൈറ്റി പരിചയപ്പെടാം. ഇത് മറ്റൊരു കളറാണ്, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് പർപ്പിൾ ഷെയ്ഡുമാണ് ഈ ഒരു 3 ലിപ്പ് വെറൈറ്റിക്ക് വരുന്നത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വന്നിട്ട് റെഡ് ജെം എന്നാണ് പറയുന്നത്. ഈ ഒരു വെറൈറ്റിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ കുഞ്ഞു പൂക്കളാണ്. ഒരു മീഡിയം സൈസിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്, പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതുപോലെ ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാവും. പ്ലാന്റും വളരെ ഹൈ ലെന്തിൽ പോകുന്ന വെറൈറ്റി ടൈപ്പ് അല്ല, ഒരു മീഡിയം സൈസിലായിരിക്കും പ്ലാന്റ് നമുക്ക് എപ്പോഴും നിൽക്കുക. അപ്പം ഈ ഒരു നല്ല ഡാർക്ക് പിങ്കും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും ആണ് ഈ ഒരു റെഡ് ജെമ്മിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത്. ഇത് മറ്റൊരു ഡെൻഡ്രോബിയം വെറൈറ്റി ആണ്. മാംഗോസ്റ്റീൻ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത്. ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. മറ്റ് പ്ലാന്റിൽ നിന്നും കുറച്ച് ലെന്തായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. നല്ല ഹൈറ്റിൽ പോകുന്ന പ്ലാന്റും നല്ല ലെന്ത് സ്പൈക്കും ആയിരിക്കും ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു മെറൂൺ ഷെയ്ഡ് ഈ ഒരു സ്റ്റെമ്മിൽ കയറി വരുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ഇനം വെറൈറ്റിയാണ് മാംഗോസ്റ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി. ഇത് മറ്റൊരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഈ ഒരു വെറൈറ്റിയുടെ പേര് പറയുന്നത് കനാരി ഗോൾഡ് എന്നാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സായാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് ആയിരിക്കും ഇതിൻ്റെ ലിപ്പ് എല്ലാം തന്നെ. മറ്റു നമ്മൾ വെറൈറ്റീസ് കണ്ടത് കുറച്ച് റൗണ്ട് ഷേപ്പാണ്, പക്ഷേ ഇതൊരു ലെന്ത് ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ ലിപ്പ് പെറ്റൽസ് വരുന്നത്. ഇതും ഞാൻ മാംഗോസ്റ്റീൻ പറഞ്ഞതുപോലെ തന്നെ ലെന്തായിട്ട് പോകുന്ന പ്ലാന്റും നല്ല ലെന്ത് സ്പൈക്കും ആണ് ഇതിൻ്റെ പ്ലാന്റ്സിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ മറ്റൊരു ഡെൻഡ്രോബിയം വെറൈറ്റി ആണ് ഈ ഒരു കാണുന്നത്. ഇതിൻ്റെ പേര് പറയുന്നത് യായ കോമ്പാക്റ്റോ എന്നാണ്. കോമ്പാക്റ്റം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലാന്റ് കുഞ്ഞായിരിക്കും. പിന്നെ ഒപ്പം നിറയെ ഒരു അറ്റ് എ ടൈം തന്നെ ഒരുപാട് സ്പൈക്കും ഒരുപാട് പൂക്കളും ഒരു മീഡിയം സൈസിലും ആയിരിക്കും വരുന്നത്. കോമ്പാക്റ്റത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർക്കിഡ് ബിഗിനേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കോമ്പാക്റ്റും വെറൈറ്റീസ്. അപ്പം നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിലെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് പറയുന്നത് ജെയ്ഡ് ജൂനിയർ എന്നാണ്. ഒരു ലൈറ്റ് യെല്ലോയും പിങ്ക് ലിപ്പുമാണ് ഇതിൽ വരുന്നത്. മീഡിയം സൈസ് പൂക്കളാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ ഡെൻഡ്രോബിയം കിക്കീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്ന സ്റ്റെമ്മാണ്. നമ്മളുടെ ഡെൻഡ്രോബിയത്തിൽ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇലകളും പൊഴിഞ്ഞ ശേഷം ഇതുപോലത്തെ സ്റ്റെമ്മ് വെറുതെ നിൽക്കും. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡിലും സാഫ് ഫംഗിസൈഡ് വരട്ടിയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും മോസിലോ അല്ലെങ്കിൽ ചകിരി ഇങ്ങനെ വിതറിയിട്ടോ ഇട്ടേക്കാം. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു മുള വന്നു വേര് നല്ലോണം ഇറങ്ങിയ ശേഷം ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി മറ്റൊരു പോട്ടാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് സീഡ്ലിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു കുഞ്ഞു പോട്ടിലായിരിക്കും നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ഈ ഒരു പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ ഉള്ള എയർ ഹോൾസ് ഉള്ള പോട്ടായിരിക്കണം നമുക്ക് ഓർക്കിഡ്സിന് വേണ്ടി എടുക്കേണ്ടത്. ഒരുപാട് ഹോൾസ് ഉള്ള പല ഷേപ്പിൽ നമുക്ക് പോട്ട്സ് കിട്ടും. ഹാങ്ങിങ് പോട്ടും അല്ലാതെ അല്ല, ഇതുപോലത്തെ പല ഷേപ്പിലുള്ള പോട്ട്സ് കിട്ടും. അതായിരിക്കണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ചാർക്കോളും പിന്നെ കൊക്കോ പിറ്റ്സും മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇതിൽ കൊക്കോ പിറ്റ്സും മിക്സ് ചെയ്തിട്ടുണ്ട്.
കൊക്കോ ചിപ്സ്. നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് മീഡിയം ഇങ്ങനെ കുത്തി നിറച്ച് വെക്കരുത്, നിറയെ കുത്തി നിറച്ച് വെക്കരുത്. അതിനോടൊപ്പം ഈ ഒരു മുള വരുന്ന ഭാഗം എപ്പോഴും മേലെ ആയിരിക്കണം നിൽക്കേണ്ട പോട്ടി. അടിയിലേക്ക് താഴ്ത്തി വെക്കരുത്, എങ്കിൽ അത് അഴുകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഭാഗം മേലെ നിൽക്കുന്ന രീതിക്കായിരിക്കണം പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒരു 2-3 ആഴ്ചത്തേക്ക് തണലത്ത് വെച്ച് ഇതിനെ ഒന്ന് സെറ്റ് ആക്കാം. നമ്മളിപ്പോൾ റീപോട്ട് ചെയ്തുകൊണ്ട് ഉടനെ എടുത്ത് വെയിലത്തൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പുതിയ പോട്ടിംഗ് മീഡിയയിൽ സെറ്റായ ശേഷം പതുക്കെ പതുക്കെ നമുക്ക് വെയിലത്തേക്ക് മാറ്റാം. ഡെൻഡ്രോബിയ ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെയിൽ കൊണ്ടാലും അധികം പ്രശ്നങ്ങളൊന്നും തന്നെ വരാറില്ല. അതായത് ഒരുപാടുള്ള വെയിലൊന്നും പാടില്ല, ചെറുതായിട്ടുള്ള വെയിലൊക്കെ അതിന് താങ്ങാൻ പറ്റുന്നതാണ് ഡെൻഡ്രോബിയ ഓർക്കിഡ്സ് എല്ലാം തന്നെ. വെറൈറ്റീസ് നമ്മുടെ നെയ്തോസ് ഗാർഡനിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. കോംബോ ആയിട്ടും കോംബോ അല്ലാതെയും കിട്ടുന്നതായിരിക്കും. ബഡോട് കൂടിയുള്ളതും ഫ്ലവേഴ്സോട് കൂടിയുള്ളതും സീഡ്ലിങ്സും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.